നമസ്കാരം. 24ന്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് മെയ് 15 തീയതി വെള്ളിയാഴ്ച, ഇടവം 1. ഞാൻ പ്രവിത ലക്ഷ്മി, എന്നോടൊപ്പം ഞാൻ അസ്ദ സഹീർ. പ്രവിത, എന്തായാലും ഇന്നലെ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഗവർണറോട് ഉന്നയിച്ചു കഴിഞ്ഞു വി ഡി സതീശൻ, നിയുക്ത മുഖ്യമന്ത്രി. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ ഉണ്ടാകും. മന്ത്രിസ്ഥാനത്തേക്ക് ആരൊക്കെയാണെന്നുള്ള ചർച്ചകൾ ഇന്നു മുതൽ സജീവമാകും. പിണങ്ങി നിൽക്കുന്ന നേതാക്കളെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും ഉണ്ടാകുമല്ലേ? തീർച്ചയായും രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുക എന്നുള്ളത് വി ഡി സതീശന് മുന്നിലെ ഏറ്റവും വലിയൊരു കടമ്പയാണ്. കാരണം അദ്ദേഹത്തെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള നേതാവ് ഇടഞ്ഞു നിൽക്കുക എന്നുള്ളത് എന്തായാലും ഈ മന്ത്രിസഭയെ സംബന്ധിച്ച് അത്ര ഭൂഷണമാകുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അസദ സൂചിപ്പിച്ചതുപോലെ ഇനി മന്ത്രിസ്ഥാനം ആർക്കൊക്കെ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ഒപ്പം തന്നെ സത്യപ്രതിജ്ഞ ഉടൻ തന്നെ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഏത് തരത്തിലായിരിക്കും ഈ വകുപ്പുകളുടെ വിഭജനം എന്നെല്ലാം അറിയേണ്ടതുണ്ട്. ഇതുൾപ്പെടെ ഇന്ന് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിശദമായ വാർത്തകൾ നോക്കാം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ ഇടഞ്ഞ രമേശ് ചെന്നിത്തല ഒടുവിൽ മൗനം വെടിഞ്ഞു. വി ഡി സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും രമേശ് ചെന്നിത്തല ഗുരുവായൂരിൽ പറഞ്ഞു. മന്ത്രിമാർ ആരൊക്കെയാകണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നന്ദികേട് കാണിച്ചു എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. വി ഡി സതീശന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനുള്ളത്. ആ ഗവൺമെൻറ്റിന് ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രീ സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നു. മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകണം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും എത്തും. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകാമെന്ന് അറിയിച്ചേക്കും. തലസ്ഥാനത്തെത്തുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് അനുയായികൾ സ്വീകരണമൊരുക്കും. ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് രാത്രി എത്തുമ്പോഴും രമേശ് ചെന്നിത്തല മൗനത്തിലായിരുന്നു. നമ്മൾ വീണ്ടും വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടിരുന്നു, അങ്ങ് തൃപ്തനാണോ RC എന്ന്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും മറുപടി പറയാൻ രമേശ് ചെന്നിത്തല എന്ന നേതാവ് തയ്യാറായിരുന്നില്ല. ആ മൗനം ഇന്നും തുടരുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെ 2ാം നമ്പർ സ്യൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ അനുയായികളോടൊപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ദർശനത്തിന് വേണ്ടി പോകുമ്പോഴാണ് മാധ്യമപ്രവർത്തകർ കാത്തുനിന്നിരുന്നത്. നമ്മളെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു, തനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല ചെയ്തത്. എന്തായാലും നിർണായകമായ ആ ഒരു മൗനം അദ്ദേഹം വെടിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കുന്നുവെന്ന് പുറത്ത് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത വി ഡി സതീശന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അദ്ദേഹം നേരുകയാണ്. ഇതുകൂടാതെ 10 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് നല്ല ഭരണം നടത്താൻ ഉള്ള ആശംസയാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ അതിലേറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ, അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിൽ അദ്ദേഹം മൗനം തുടരുകയാണ്. അങ്ങയോട് നന്ദികേട് കാണിച്ചോ എന്ന ചോദ്യത്തിന് കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ രമേശ് ചെന്നിത്തല തയ്യാറായില്ല. അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തേക്ക് തൊടാനായി മൗനത്തോടുകൂടി കയറിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഇന്ന് മലയാള മാസം 1-ാം തീയതിയാണ്. ഇന്ന് ഇതിനുശേഷം രമേശ് ചെന്നിത്തല നേരെ പോകുന്നത് ഇവിടേക്ക് തന്നെ, അതായത് തിരുവനന്തപുരത്തേക്ക് തന്നെയാണ് അദ്ദേഹം പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തെത്തുന്ന അദ്ദേഹത്തിന് സാധാരണത്തെ പോലെയുള്ളൊരു മടങ്ങിവരവല്ല, അദ്ദേഹത്തിന് ഒരു സ്വീകരണം തന്നെ അദ്ദേഹത്തിൻ്റെ അണികൾ, രമേശ് ചെന്നിത്തലയുടെ വിഭാഗം പ്രവർത്തകർ ഒരുക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. കൂടാതെ നിർണായകമായ ചില തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ അല്പസമയത്തിനകം, അതായത് ഏതാണ്ട് ഒരു 10-10:30 മണിയോടുകൂടി ദീപാദാസ് മുൻഷി അദ്ദേഹത്തെ കാണാൻ സമയം ചോദിച്ചിട്ടുണ്ട്. ദീപാദാസ് മുൻഷി അദ്ദേഹത്തെ കാണണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു സമവായ നീക്കം നടക്കുന്നുവെന്ന സൂചനയാണ് ഇതോടുകൂടി പുറത്തു വരുന്നത്. കൂടാതെ ദീപാദാസ് മുൻഷിയെ ഒരുപക്ഷേ രമേശ് ചെന്നിത്തല കാണാൻ തയ്യാറായേക്കില്ല എന്ന വിവരവും ഇതിനകം തന്നെ പുറത്തു വരുന്നു. 11 മണിയോടുകൂടി കൃത്യമായ രീതിയിൽ അദ്ദേഹത്തെ കാണാൻ 11:30 മണിയോടുകൂടി KC വേണുഗോപാൽ എത്തുന്നുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് നേരെ ഇവിടേക്ക് കേരളത്തിലേക്ക് വന്ന് തിരുവനന്തപുരത്ത് രമേശ് ചെന്നിത്തലയുമായി 11:30 മണിയോടുകൂടി
കൂടി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയുന്നത്. ഇനി തുടർ നീക്കങ്ങൾ എന്ത് എന്നത് KC വേണുഗോപാലുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പ് പറയുന്നത്. അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് ഹോം മിനിസ്റ്റർ എന്ന ഒരു പദത്തിലേക്ക് രമേശ് ചെന്നിത്തല വരുമോ എന്നാണ് കാത്തിരിക്കേണ്ടത്. പക്ഷേ VD സതീശനുമായി അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നത് മുഖ്യമന്ത്രി VD സതീശൻ തന്നെയായിരിക്കും അത് കൈകാര്യം ചെയ്യുക എന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നു. അതായത് VD സതീശൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു, രമേശ് ചെന്നിത്തലയും അതുപോലെ KC വേണുഗോപാലും ചർച്ച നടത്തുന്നു ഈ വിഷയത്തിൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു 11 മണിയോടുകൂടി KC വേണുഗോപാലുമായുള്ള ചർച്ച നടക്കും. അതിനുശേഷമായിരിക്കും നിർണായകമായ തീരുമാനമുണ്ടാകും. എന്തായാലും തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ നടക്കേണ്ടതാണ്. എന്തായാലും ഇന്ന് ആരൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന ചോദ്യത്തിന് കൃത്യമായ രീതിയിൽ അതെല്ലാം മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. അങ്ങ് മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന ചോദ്യത്തിനാണ് ആ ഒരു മറുപടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ച 11 മണിക്കാണ്. അതിനു മുൻപ് ദീപാദാസ് മുൻഷിയെ അദ്ദേഹം കാണുമോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും സമവായത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും KC വേണുഗോപാൽ എന്ത് പറയുന്നു രമേശ് ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്നാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തല ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയാണ്. അതുതന്നെയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയെ എങ്ങനെ അനുനയിപ്പിക്കാനാകുമെന്നുള്ള ആ ഒരു ആലോചനയിൽ തന്നെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് KC വേണുഗോപാലുമായി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാകും, അതിനുശേഷം അദ്ദേഹത്തിന്റെ തീരുമാനം എങ്ങനെയാകും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതാണ്. എന്തായാലും സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കാനിരിക്കെ മന്ത്രിസഭാ ചർച്ചകളിലേക്ക് കടക്കുന്നു UDF. ഘടകകക്ഷികൾ തമ്മിലുള്ള ധാരണ ചർച്ച ചെയ്യാൻ UDF നേതൃയോഗം വൈകുന്നേരം ചേരുന്നുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, K മുരളീധരൻ, PC വിഷ്ണുനാഥ്, ഷാനിമോൾ ഉസ്മാൻ, AP അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, M വിൻസെന്റ്, N ശക്തൻ, ചാണ്ടി ഉമ്മൻ തുടങ്ങിയ പേരുകളാണ് സാധ്യതാ പട്ടികയിൽ മുൻതൂക്കം. മുഖ്യമന്ത്രിയടക്കം 12 പേരകം കോൺഗ്രസ് പ്രതിനിധികളായി മന്ത്രിസഭയിൽ ഉണ്ടാവുക. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായ KC വേണുഗോപാലിന് ഹൈക്കമാൻഡ് ഉചിതമായ പദവി നൽകിയേക്കുമെന്നും സൂചനയുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സ്ഥാനമൊഴിയുമ്പോൾ ആ പദവിയിലേക്ക് KC വേണുഗോപാലിനെ പരിഗണിക്കാനും സാധ്യതയുണ്ട്. റിനു ശ്രീധർ തിരുവനന്തപുരത്തു നിന്നും വിനിത VG ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ആദ്യം റിനു ശ്രീധറിലേക്ക് പോകാം. റിനു, മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അതിലേറ്റവും പ്രധാനം ഘടകകക്ഷികളുടെ മന്ത്രിമാർ ആരൊക്കെയാണ് എന്നുള്ളതിൽ അവർക്കിടയിൽ ഇതിനോടകം ധാരണ വന്നിട്ടുണ്ട്. കോൺഗ്രസ് മന്ത്രിമാരുമായി ബന്ധപ്പെട്ടാണ്. 1 ഡസനിലധികം മുതിർന്ന നേതാക്കൾ വിജയിച്ചു വന്നിട്ടുണ്ട്. അവരെയൊക്കെ പരിഗണിക്കേണ്ട സാഹചര്യമുണ്ട്. യുവാക്കളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട്. എങ്ങനെയാകും ഈ ഇക്വേഷൻ കോൺഗ്രസ് രൂപീകരിക്കുക? സ്മിത, പ്രവിധ VD സതീശൻ മന്ത്രിസഭയിൽ ആരൊക്കെയായിരിക്കും മന്ത്രി എന്നുള്ളത് ഇന്നറിയാം എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരം UDF യോഗം ചേരുന്നുണ്ട്. ഘടകകക്ഷികളുടെ മന്ത്രിയെ, അതായത് ലീഗിന്റെയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ അടക്കം മന്ത്രിമാരെ നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരങ്ങൾ. ഈ ജോസഫ് വിഭാഗത്തിന് ഒരു മന്ത്രിയും ഒരു ചീഫ് വിപ്പ് പദവിയായിരിക്കും നൽകുക എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് 2 മന്ത്രിസ്ഥാനം വേണമെന്നതടക്കമുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇന്ന് വൈകുന്നേരത്തെ UDF യോഗത്തിൽ ചർച്ച ചെയ്യും. ഏറ്റവും പ്രധാനം ഈ KC വേണുഗോപാൽ പക്ഷം ഒപ്പം VD സതീശൻ വലിയ രീതിയിലുള്ള തർക്കത്തിലേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയുടെയും അല്ലെങ്കിൽ KC വേണുഗോപാലിന്റെയും ഒക്കെ തന്നെ വിഭാഗക്കാരായിട്ടുള്ള MLA-മാർ മന്ത്രിസഭയിലേക്ക് എത്തുമോ, ഏതെങ്കിലും തരത്തിലുള്ളൊരു സമവായം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി പദത്തിലേക്ക് VD സതീശൻ എത്തുമ്പോൾ VD സതീശൻ അല്പം ഒന്ന് അയഞ്ഞു മാറി നിൽക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്നത്. എന്തായാലും എല്ലാവരും ആകാംക്ഷയോടെ വീക്ഷിക്കുകയാണ് VD സതീശൻ മന്ത്രിസഭയിലേക്ക് ആരൊക്കെ മന്ത്രിമാരായി എത്തും എന്നുള്ളത്. എന്തായാലും ചില സാധ്യത പേരുകളൊക്കെ തന്നെ നമുക്ക് മുന്നിലുണ്ട്. സണ്ണി ജോസഫ് ഉണ്ട്, അതുപോലെ തന്നെ K മുരളീധരൻ, PC വിഷ്ണുനാഥ്, ഷാനിമോൾ ഉസ്മാൻ, AP അനിൽകുമാർ, IC ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ ബിന്ദു കൃഷ്ണ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, M വിൻസെന്റ്, N ശക്തൻ, ചാണ്ടി ഉമ്മൻ തുടങ്ങിയവരുടെ പേരുകളാണ് സാധ്യതാ പട്ടികയിൽ ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ്. നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് നമുക്കറിയാം ലീഗിനാണ് നൽകിയിരുന്നത്. വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. ഇത്തവണ ലീഗിന് ആരോഗ്യ വകുപ്പോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പോ നൽകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എല്ലാവരും അത് ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇന്നിപ്പോൾ UDF യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഈ UDF യോഗത്തിൽ കൃത്യമായി തന്നെ ഈ മന്ത്രിമാരെ തെരഞ്ഞെടുക്കും, പ്രഖ്യാപിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും തിങ്കളാഴ്ച മന്ത്രിസഭ ഒന്നടങ്കം സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടുകൂടി നോക്കുന്നത്. കാരണം ഇന്നലെ ഗവർണറെ കണ്ട് അവകാശവാദം ഉന്നയിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് അത് അറിയിക്കാം എന്നുള്ളതാണ് VD സതീശൻ അടക്കം അല്ലെങ്കിൽ UDF-ന്റെ നേതാക്കൾ അടക്കം ഗവർണറോട് പറഞ്ഞത്. എന്തായാലും UDF-ലെ ഘടകകക്ഷികളുടെ മന്ത്രിമാർ എന്തായാലും തിങ്കളാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം കോൺഗ്രസിന്റെ 12 മന്ത്രിമാരാണ്, ഒരു സ്പീക്കറും 12 മന്ത്രിമാരുമാണ് കോൺഗ്രസിന് ഉണ്ടാവുക. അവർ സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്നുള്ളതിൽ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്.
റിനു, അതേസമയം തന്നെ ഈ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികൾക്കുള്ളിൽ അത് എത്ര സീറ്റ് വേണം എന്നുള്ള കാര്യത്തിലൊക്കെ ധാരണയുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അതേസമയം ഏതെങ്കിലും തരത്തിലൊരു തർക്കത്തിലേക്ക് ഇനി കോൺഗ്രസിനുള്ളിലോ ഘടകകക്ഷികൾക്കിടയിലോ ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കത്തിന് സാധ്യതയുണ്ടോ? ഇനി എത്രയും വേഗം ഈ വകുപ്പുകൾ വിഭജിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും. കാരണം വലിയ രീതിയിലുള്ള ഒരു വിജയം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടും 10 ദിവസം കഴിഞ്ഞും മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുവാൻ വേണ്ടി കോൺഗ്രസിനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 11ാം നാളാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ അത്ര നീണ്ടുപോകരുത് എന്നുള്ളതാണ്. കാരണം ഈ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി വലിയ രീതിയിലുള്ള വിവാദം, സംസ്ഥാനത്ത് ഈ ഭരണസ്തംഭനം എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നു. തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിന് ശേഷം അധികം നീണ്ടുപോകില്ല മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നതിൽ. ഏകദേശം ഒരു ധാരണയൊക്കെ തന്നെ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ KC പക്ഷവും RC പക്ഷവും വലിയ രീതിയിൽ ഒരു വടംവലി നടത്തുന്നുണ്ട് ഈ മന്ത്രിസഭയിലേക്ക് അവരുടെ പക്ഷക്കാരെ കയറ്റുന്നതിന് വേണ്ടി. അത് എങ്ങനെ VD സതീശനെ എതിർക്കും, അല്ലെങ്കിൽ VD സതീശൻ അനുകൂലികൾ ഏതെങ്കിലും തരത്തിൽ അതിൽ തടയിടുമോ എന്നുള്ളതാണ് ഈ നോക്കിക്കാണേണ്ടത്. എന്തായാലും മുഖ്യമന്ത്രി പദം ലഭിച്ചതിനാൽ VD സതീശൻ അല്പം ഒന്ന് അയവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും KC RC പക്ഷക്കാർ മന്ത്രിസഭയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചരടുവലികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ KC വേണുഗോപാലിനെ രമേശ് ചെന്നിത്തല സന്ദർശിക്കുന്നുണ്ട്, കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. രമേശ് ചെന്നിത്തലയെ VD സതീശൻ കാണുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും VD സതീശൻ നേരിൽ ഇന്ന് കാണും എന്നുള്ളതാണ്. ഇന്നലെ അതിനുവേണ്ടിയുള്ള സമയം ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും മന്ത്രിസഭയിൽ ആരൊക്കെ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഈ VD സതീശന്റെയും അതുപോലെ തന്നെ KC വേണുഗോപാലിന്റെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ പക്ഷത്ത് നിന്ന് ആരൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. റിനു സൂചിപ്പിച്ചതുപോലെ തന്നെ അത് തന്നെയാണ് ഈ കോൺഗ്രസിൽ അധികാര വടംവലി, അതായത് മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് വലിയ രീതിയിൽ ചർച്ചയായതാണ്. പ്രത്യേകിച്ച് ഈ 3 നേതാക്കൾ തമ്മിൽ ആ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി നിരന്തരം അവകാശവാദം ഉന്നയിച്ച സാഹചര്യത്തിൽ അതൊക്കെ അനുനയത്തിലേക്ക് മാറി വീണ്ടും ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമ്പോൾ ഇനി കോൺഗ്രസിന് മുന്നിലുള്ള ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് മന്ത്രിസ്ഥാനം അതെങ്ങനെ വിഭജിച്ച് നൽകും എന്നുള്ളതാണ്. അതിലൊരു തർക്കം ഉണ്ടാകാതിരിക്കും എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. അവസ്ഥ കേസിന് നമുക്ക് ഡൽഹിയിലേക്ക് പോകാം. വിനിത വിജി ഉണ്ട്. വിനിത, ഈ KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട പ്രശ്നം അത് വലിയ തലവേദനയാണ് നേതൃത്വത്തിന്. KC വേണുഗോപാൽ ഒരു വേള അതൃപ്തി നേതൃത്വത്തോട് പരസ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ മാധ്യമപ്രവർത്തകർ ആദ്യം AICC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമോ എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ അതും കൂടി ഒഴിയാം എന്ന് പറയുന്ന KCയിൽ ആ മറുപടിയിൽ അതൃപ്തി അസംതൃപ്തി പ്രകടവുമാണ്. ഇനി KC വേണുഗോപാലിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ എങ്ങനെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏതെങ്കിലും പദവി നൽകി അദ്ദേഹത്തെ കൂടെ നിർത്തുക, അനുനയിപ്പിക്കുക, ഈ നീക്കത്തിലേക്കാണോ ഹൈക്കമാൻഡ് കടക്കുന്നത്? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. KC വേണുഗോപാൽ ഇക്കാര്യത്തിൽ അൺഹാപ്പിയാണ് എന്നുള്ളത് ഉറപ്പാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ അത് വ്യക്തവുമാണ്. നമ്മൾ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, ഈ ഒരു സാഹചര്യത്തിൽ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമോ എന്ന് ചോദിച്ചപ്പോൾ വേണമെങ്കിൽ അതും ചോദിച്ചാൽ അതും ഞാൻ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീടിനുള്ളിലേക്ക് കയറി പോവുകയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം അൺഹാപ്പിയാണ് ഇക്കാര്യത്തിൽ എന്നുള്ളത് ഉറപ്പാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം MLA-മാരുടെ പിന്തുണ നൽകി വന്ന ആളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ച ഒരു പാരമ്പര്യം തന്നെയാണ് പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലും അവസാന നിമിഷം വരെ വലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിന് MLA-മാരുടെ അടക്കം വലിയ പിന്തുണയുണ്ട്. ഒപ്പം തന്നെ ചില മുതിർന്ന MP-മാർ കേരളത്തിൽ നിന്ന് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായാൻ വിളിച്ച ചില നേതാക്കളൊക്കെ തന്നെ KC പക്ഷത്തിന് വലിയ പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. KC വേണുഗോപാലിന് വലിയ പിന്തുണ അവർ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ VM സുധീറിനെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം, AK ആന്റണിയെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായത്തിലേക്കാണ് ഒടുവിൽ ഹൈക്കമാൻഡ് എത്തിയത്. അങ്ങനെയാണ് ഈ ജനഹിതം എന്ന രീതിയിലേക്കും ജനവികാരം എന്ന രീതിയിലേക്കും അതിനൊരു പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരുപക്ഷെ ഹൈക്കമാൻഡ് ഇതുവരെ സ്വീകരിച്ചു വന്നിരുന്ന ആ ഒരു രീതികൾക്ക് വിപരീതമായിട്ടാണ് ഇത്തരത്തിലേക്ക് ഒരു നീക്കം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ഒടുവിൽ VD സതീശൻ എന്ന ആ പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ KC വേണുഗോപാലിന് വലിയ അതൃപ്തിയുണ്ട്. അദ്ദേഹം അൺഹാപ്പി തന്നെയാണ്. ഒരുപക്ഷെ KC വേണുഗോപാലിനെ മറ്റ് സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അനുനയ നീക്കം തന്നെയായിരിക്കും ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖർഗെ സ്ഥാനം ഒഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ ആ അധ്യക്ഷ സ്ഥാനത്തേക്ക് അടക്കം KC വേണുഗോപാലിനെ പരിഗണിച്ചേക്കുമെന്നൊരു സൂചനയുണ്ട്. ഒപ്പം തന്നെ KC വേണുഗോപാൽ അദ്ദേഹത്തോട് ഒരിക്കൽ കൂടി ഒരുപക്ഷെ ഹൈക്കമാൻഡ് ആശയവിനിമയം നടത്താൻ അദ്ദേഹത്തിന്റെ അതൃപ്തി അടക്കം അദ്ദേഹം പുറത്ത് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ നിലവിൽ തള്ളിക്കളയാൻ കഴിയുന്നതല്ല. ഇതിനോടൊപ്പം നേരത്തെ ഈ മന്ത്രിസഭയുടെ അടക്കം കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളോട് മന്ത്രിസഭയിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ടാൽ
രമേശ് ചെന്നിത്തലയ്ക്ക് അത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിനെ മന്ത്രിസഭയിൽ എടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ട കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അത് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുമുള്ള അവകാശം ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ പോലെ വളരെ സീനിയറായ കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗമായ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും സീനിയറായ ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്നത് ശരിയാണ്? അദ്ദേഹത്തെ ഒരിടത്ത് മാറ്റി നിർത്തിയിട്ടില്ലല്ലോ. അദ്ദേഹം എത്ര വർഷത്തെ സീനിയോറിറ്റി ഉണ്ട്. അദ്ദേഹം KSUവിൻ്റെ കേരളത്തിലെ പ്രസിഡൻ്റായിരുന്നു, NSUയുടെ പ്രസിഡൻ്റായിരുന്നു, കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം ദേശീയ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു. അതുപോലെ തന്നെ 25ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ MLA ആക്കി, 27 മന്ത്രിയാക്കി, നിരവധി പ്രാവശ്യം കോട്ടയത്തും മാവേലിക്കരയും പാർലമെൻറ്റ് അംഗമാക്കി, പിന്നീട് AICC സെക്രട്ടറിയാക്കി, പിന്നീട് അദ്ദേഹത്തെ പാർട്ടി അസംബ്ലിയിലേക്ക് മത്സരിപ്പിച്ചു. 9 വർഷക്കാലം KPC പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ ക്യാബിനറ്റിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പിന്നീട് പ്രതിപക്ഷ നേതാവായി വന്നു. അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി കൊടുക്കേണ്ട എല്ലാ അംഗീകാരവും കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല. അദ്ദേഹത്തിനും തർക്കമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുഭവ സംഭവത്ത് സതീശൻ മന്ത്രിസഭയ്ക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് തന്നെയാണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, ഞാനങ്ങനെ അഭിപ്രായപ്പെട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അദ്ദേഹം മന്ത്രിയാകണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. ശ്രീ രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അദ്ദേഹത്തെ അറിയിക്കും. അത് സ്വീകരിക്കാനും നിരാകരിക്കാനുമുള്ള അവകാശം ഒരു വ്യക്തി എന്ന നിലയ്ക്ക് രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. ഈ ക്യാബിനറ്റിൽ ചെന്നിത്തല അനിവാര്യനാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ക്യാബിനറ്റിൻ്റെ തലവനെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അനിവാര്യനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ട മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ്. ഇതിനകത്ത് ഇത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉൾപ്പെടുത്തിയാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ വീഴ്ചകൾ പരിഹരിച്ച് ഇത്തവണ നല്ല സർക്കാരായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? അല്ല, അതിപ്പോൾ സർക്കാരിൽ ജനങ്ങളൊരു വലിയ പ്രതീക്ഷയും വിശ്വാസവും അർപ്പിച്ചു. അതുകൊണ്ടാണല്ലോ മറ്റു പല ഘടകങ്ങളും പരിശോധിച്ചിട്ട് അദ്ദേഹത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കിയത്. ഇനി എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ആർജിച്ചുകൊണ്ട് എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു നല്ല ക്യാബിനറ്റ് ഉണ്ടാക്കി ആ ജനങ്ങൾ അദ്ദേഹത്തിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം, പ്രതീക്ഷ അത് നിലനിർത്തേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി, നിയുക്ത മുഖ്യമന്ത്രി ശ്രീ VD സതീശനുള്ളതാണ്. അദ്ദേഹത്തെ അതിനെക്കുറിച്ചൊന്നും പഠിപ്പിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 3 പ്രധാനപ്പെട്ട നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ക്ലെയിം ഉണ്ടായിരുന്നു. അതൊരു തെരുവിലേക്ക് ഒരു വലിയ പ്രതിഷേധമോ സമരമൊക്കെ ആയിട്ട് മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ അതിനുശേഷം ഒടുവിൽ ഒരു തീരുമാനം വന്നു. ഇത് ഒരു ഗ്രൂപ്പ് പോരിലേക്ക് പോകുന്നുള്ളൊരു ആശങ്ക താങ്കളെപ്പോലുള്ളവർക്കുണ്ടോ? അങ്ങനെയുള്ളൊരു ആശങ്കയിലേക്ക് പോയാൽ ഒരു വലിയ നിരാശയായിരിക്കില്ലേ കോൺഗ്രസിന് 10 കൊല്ലത്തിന് ശേഷം വരുന്ന ഒരു ഭരണത്തിനുണ്ടാവുക? അല്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 2 പേരാണല്ലോ ഏറ്റവും അവസാനം വരെ രംഗത്തുണ്ടായിരുന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നടന്നുടനെ തന്നെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം താൻ അംഗീകരിക്കുന്നുവെന്നും ശ്രീ VD സതീശനെ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിനും സർവ്വവിധ പിന്തുണയും അദ്ദേഹം കൊടുക്കുന്നുവെന്നും വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി. അത് ആത്മാർത്ഥമായ ഒരു രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ ഈ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കമാണ് പ്രതികരണം. പാർട്ടി അദ്ദേഹത്തെ എല്ലാ നിലയിലും പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഈ പറയുന്ന നിലയിലുള്ള ചെന്നിത്തലയുടെ അതൃപ്തിക്ക് വലിയ പ്രസക്തിയില്ല എന്നുള്ള നിലയിലുള്ള പ്രതികരണമാണ്. പ്രവിധ ഏറ്റവും പ്രധാനം എല്ലാ നേതാക്കളും ആ നിലയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ ഒരു ടീം UDF എന്നൊരു ഐക്യം പകരാൻ കൂടിയാണ് അവർ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ആ ഒരു നീക്കം അത് ഫലം കാണട്ടെ. ഉടൻ തന്നെ മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് VD സതീശന് കടക്കാനാകട്ടെ എന്ന് നമ്മളും പ്രത്യാശിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വാർത്ത നോക്കാം. അസിത, 24 ബിഗ് ബ്രേക്ക്. CPM സംസ്ഥാന സമിതിയിൽ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ ശൈലിക്കെതിരെ വിമർശനം. MP ഗോവിന്ദന്റെ ഭാഷാശൈലി തിരുത്തണമെന്ന് വിമർശകർ ആവശ്യപ്പെട്ടു. കണ്ണൂരിലെ തിരിച്ചടിയെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ന്യായീകരിച്ചു. കണ്ണൂരിൽ വലിയ നഷ്ടം സംഭവിച്ചിട്ടില്ലെന്നും തളിപ്പറമ്പ് എല്ലാ കാലത്തും ജയിക്കുന്ന മണ്ഡലമല്ലെന്നും KK രാഗേഷിന്റെ ന്യായീകരണം. റിനു ശ്രീധറാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. റിനു, ഗുഡ് മോർണിംഗ് അഗെയിൻ. റിനു, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM സംസ്ഥാന സമിതിയിൽ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ തന്നെ അതിരൂക്ഷ വിമർശനം ഉയരുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഷാശൈലിക്ക് പ്രശ്നമുണ്ടെന്ന് പറയുന്നു. അപ്പം അതേസമയം തന്നെ കണ്ണൂരിലെ വലിയ തിരിച്ചടി അതിനെ ജില്ലാ സെക്രട്ടറി തന്നെ ന്യായീകരിക്കുന്ന ഒരു അവസ്ഥ വരികയാണ്. എന്താണ് അദ്ദേഹം ഈ ന്യായീകരണമായി ഉയർത്തുന്നതൊപ്പം MP ഗോവിന്ദനെതിരായി ഉയർന്നു വന്ന മറ്റു വിമർശനങ്ങൾ എന്തൊക്കെയാണ്?
ഗുഡ് മോർണിംഗ് സ്മിത, പ്രവിത. എന്തായാലും സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം, ആ പരാജയത്തിന് ശേഷം LDF-നെതിരെ പ്രത്യേകിച്ച് CPM-നെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉയർന്നു വന്നത്. CPI-യിൽ അടക്കം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനെതിരെയും ഒപ്പം MP ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയുടെ ശൈലിക്കെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നിരുന്നു. അതേ വിമർശനം തന്നെയാണ് ഇന്നലെ സംസ്ഥാന സമിതി യോഗത്തിലും ഉയർന്നത് എന്നുള്ളതാണ്. പാർട്ടി സെക്രട്ടറിയുടെ ശൈലിക്കെതിരെയാണ് ഏറ്റവും പ്രധാനമായും വിമർശനം ഉയർന്നു വന്നത്. വിവിധ നേതാക്കൾ അത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഭാഷാശൈലിയിൽ ഒരു തിരുത്തൽ വേണം പാർട്ടി സെക്രട്ടറിയുടേത്. ആ ഭാഷാശൈലി കൃത്യമായി തന്നെ തിരുത്തി സാധാരണക്കാർക്കൊപ്പം നിന്ന് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഒരു വിമർശനമായി ഉയർന്നത്. ഒപ്പം KK രാജേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. കണ്ണൂരിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് KK രാജേഷ് പറഞ്ഞ് വെക്കുന്നത്. നമുക്കറിയാം തളിപ്പറമ്പിൽ PK ഗോവിന്ദൻ മത്സരിച്ചു ഈ MP ഗോവിന്ദന്റെ ഭാര്യയ്ക്കെതിരെ. MP ഗോവിന്ദന്റെ ഭാര്യയെ മത്സരത്തിന് ഇറക്കുന്ന സാഹചര്യത്തിൽ തന്നെ രൂക്ഷമായിട്ടുള്ള വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ അണികൾക്കുള്ളിൽ തന്നെ ഉണ്ടായതാണ് എന്നുള്ളതാണ്. എന്തായാലും അവിടെ എങ്ങും തന്നെ ഒരു വീഴ്ച സംഭവിച്ചില്ല എന്ന് ഒരു ന്യായീകരണം, അതായത് MP ഗോവിന്ദനെ അടക്കം ശ്യാമള ടീച്ചറിനെ അടക്കം ന്യായീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത്. പക്ഷേ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് പാർട്ടി നേതാക്കളുടെ ഇടയിലും അണികൾക്കിടയിലും ഉയർന്ന രൂക്ഷമായിട്ടുള്ള വിമർശനം. പക്ഷേ കണ്ണൂരിൽ അത്തരത്തിലുള്ള ഒരു ഇളക്കം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് KK രാജേഷ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ കനത്ത പരാജയത്തിന് ശേഷം CPM-ന്റെ പാർട്ടി സെക്രട്ടറിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പാർട്ടിക്ക് അണികൾക്കിടയിലും അതുപോലെ തന്നെ നേതാക്കൾക്കിടയിലും ഉണ്ടാകുന്നത്. പ്രവിത, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള BJP-യുടെ ആദ്യ കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരും എന്നുള്ളതാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇതിൽ പ്രധാനമായും അറിയാനുള്ളത് പാർലമെന്ററി പാർട്ടി നേതാവാകാൻ സാധ്യത രാജീവ് ചന്ദ്രശേഖറിനാണ്. പക്ഷേ അതേസമയം തന്നെ 2 പദവി ഒരാൾക്ക് കഴിയില്ല എന്ന വാദം V മുരളീധര പക്ഷം ഉയർത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സാധ്യത രാജീവ് ചന്ദ്രശേഖറിന് തന്നെയെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യതയാണോ? ഒപ്പം തന്നെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ചർച്ചയാവുക? ഗുഡ് മോർണിംഗ്. ചരിത്ര നേട്ടത്തിന് ശേഷമാണ് BJP ഇത്തവണ കോർ കമ്മിറ്റി നടത്തുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഒരുപക്ഷേ കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് 3 MLA-മാരുണ്ടാകുന്നു. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവർ 12 MLA-മാരെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പിന്നീട് അത് നേമത്ത് മാത്രമായി ചുരുങ്ങിയിരുന്നു. ഏറ്റവും ഒടുവിൽ കഴക്കൂട്ടവും ചാത്തന്നൂരും കൂടി അങ്ങനെ 3 MLA-മാരെത്തുന്നു. പക്ഷേ വോട്ട് ഷെയറിൽ ചെറിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. 2021 കമ്പയർ ചെയ്യുമ്പോൾ 12.5% വോട്ടാണ് 2021 ഉണ്ടായിരുന്നത് BJPക്ക്. എന്നാൽ ഇത്തവണ അത് 11.45 എത്തുന്നു. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ എന്താണ്? ഈ വോട്ട് ഷെയർ കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്? ഒപ്പം ന്യൂനപക്ഷങ്ങൾ അകന്നു, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണ് BJPയിൽ നിന്ന് അകന്നത്? തൃശ്ശൂരടക്കം നമ്മളത് പ്രതിഫലനം കണ്ടതാണ്. അക്കാര്യങ്ങളൊക്കെ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം ഈ BJPക്കകത്ത് ചില പ്രശ്നങ്ങളൊക്കെ നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റതിന് പിന്നാലെ ഉണ്ടായിരുന്നു. ചില പ്രധാനപ്പെട്ട നേതാക്കളെ അദ്ദേഹം ഒഴിവാക്കുന്നു, തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പ്രതിരോധിക്കാനാകും. കാരണം 3 MLA-മാരുടെ നേട്ടം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ നേട്ടം പറഞ്ഞ് അദ്ദേഹത്തിന് അത് പ്രതിരോധിക്കാം. ഒപ്പം നിയമസഭാ കക്ഷി നേതാവ് ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ഇന്ന് BJP കോർ കമ്മിറ്റി യോഗം കണ്ടെത്തും. അത് സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖറിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ എതിർവിഭാഗം V മുരളീധരൻ വിഭാഗം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് 2 പദവികൾ. ഒന്ന്, അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഒപ്പം ഇനി MLA ആണ്, നിയമസഭാ കക്ഷി നേതാവ് കൂടി ആകേണ്ടതില്ല എന്നൊരു മറുവാദമാണ് V മുരളീധരൻ പക്ഷം ഉയർത്തുന്നത്. അതുകൊണ്ട് V മുരളീധരനെ നിയമസഭാ കക്ഷി നേതാവാക്കി തെരഞ്ഞെടുക്കണമെന്ന ആവശ്യം അവരും ഉയർത്തുന്നുണ്ട്. അതിൽ എത്തരത്തിലുള്ള പിന്തുണ ഈ കോർ കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുമെന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ച് നിലവിൽ BJPയുടെ സംഘടനാ സംവിധാനം മുഴുവൻ ഏറെക്കുറെ രാജീവ് ചന്ദ്രശേഖരനൊപ്പമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. പല നേതാക്കളും, 1-2 ആളുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ പല നേതാക്കളും രാജീവ് ചന്ദ്രശേഖരനൊപ്പം ആദ്യം എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹത്തൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് തന്നെയായിരിക്കും പിന്തുണ. അതിൽ ഒരു തീരുമാനം ഇന്ന് നിയമസഭാ കക്ഷി നേതാവ് ആരെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ഒപ്പം ഈ വോട്ട് ചോർച്ചയുടെ കാര്യത്തിലും വിശദമായ ചർച്ച ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പല മുതിർന്ന നേതാക്കൾക്കും തിരിച്ചടിയേറ്റിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും പ്രതീക്ഷിച്ചത്ര പെർഫോമൻസ് ഉണ്ടായിട്ടില്ല. അക്കാര്യങ്ങളൊക്കെ ഇന്ന് കോർ കമ്മിറ്റിയിൽ ചർച്ചയ്ക്കെത്തും. പ്രവിത. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നമുക്ക് സംസ്ഥാനത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. സംസ്ഥാനത്ത് വേനൽമഴ ശക്തമായി തുടരും എന്നുള്ള മുന്നറിയിപ്പാണ്. മുൻകരുതലിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അനീഷ് ദേവസിയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അനീഷ്, അപ്പോൾ വേനൽമഴ ശക്തമായി തുടരും എന്നുള്ള വിവരങ്ങൾ തന്നെ വരുന്നുണ്ട്. ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ തരത്തിലുള്ള അലർട്ടുകൾ നൽകിയിട്ടുണ്ട്? നിലവിൽ കോഴിക്കോട് മഴ എത്രത്തോളം ഉണ്ട്? എങ്ങനെയാണ് വിവരം?
പ്രവിത, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കടുത്ത ചൂടിൽ വീർപ്പ് മുട്ടുകയായിരുന്നു ഈ കോഴിക്കോട് നഗരവും അതുപോലെ തന്നെ ജില്ലയുടെ മലയോര മേഖലയിലും. ഏതായാലും ഈ ചൂടിന് ആശ്വാസമായി ഇന്നലെ കോഴിക്കോട് നഗരത്തിലും മലയോര മേഖലയിലും വേനൽമഴ ലഭിച്ചിരിക്കുകയാണ്. ജില്ലയുടെ മലയോര മേഖലമായ കുന്നമംഗലം, മുക്കം, താമരശ്ശേരി മേഖലയിലും അതുപോലെ നാദാപുരം, വടകര മേഖലയിലുമാണ് ഇന്നലെ വേനൽമഴ ലഭിച്ചത്. ഏതായാലും ഈ വേനൽമഴ ലഭിച്ചത് കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ ഈ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങൾക്കും വലിയൊരു ആശ്വാസമായിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്ത് ഇന്നും വേനൽമഴ ശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്ന വിവരം. ഈ മുൻകരുതലിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നാളെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശക്തമായ ഇടിമിന്നലും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. പ്രവിധ, ഇറാനെതിരെയുള്ള സൈനിക നടപടി തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് സൈനിക സഹായം നൽകില്ല എന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് തനിക്ക് ഉറപ്പ് നൽകിയതായി ട്രംപ് ഫോക്സ് ന്യൂസ് അഭിമുഖത്തിൽ വ്യക്തമാക്കി. മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും ചേരുകയാണ്. മധു, എന്താണ് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ട്രംപിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളടക്കം. ഗുഡ് മോർണിംഗ് പ്രവിത, അസിത. ഇറാനെതിരെ വീണ്ടും യുദ്ധപ്രഖ്യാപനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചൈനീസ് സമയം ഏതാണ്ട് 6 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന വരുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നീക്കം അവസാനിപ്പിച്ചിട്ടില്ലെന്നും അത് തുടരുമെന്നാണ് ട്രംപ് ഈ പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ബെയ്ജിങ്ങിൽ ചർച്ചകൾ നടക്കുകയാണ്. അതിന്റെ 2ാം ദിന ചർച്ചകളിൽ ഇറാൻ വിഷയത്തിൽ നിർണായക പുരോഗതി ഉണ്ടായതായി ഡൊണാൾഡ് ട്രംപ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനുമായിട്ടുള്ള സംഘർഷം പരിഹരിക്കുവാൻ ചൈന സഹായം വാഗ്ദാനം ചെയ്തതായും അതുപോലെ ഹോർമൂസ് കടലിടുക്ക് എത്രയും വേഗം തുറക്കണമെന്ന് ഷി ജിൻപിങ് ആഗ്രഹം പ്രകടിപ്പിച്ചതായിട്ടും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇറാന് യാതൊരുവിധ സൈനിക ഉപകരണങ്ങളും നൽകില്ലെന്ന് ഷി ജിൻപിങ് വാക്ക് നൽകിയതായും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ആഗോള എണ്ണ വിപണിയെ തകിടം മറിക്കുന്ന ഈ ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കുവാൻ ചൈന തന്നെ മുൻകൈ എടുക്കുമെന്നും ആണ് ട്രംപ് നൽകുന്ന ചില സൂചന. അതേസമയം ബീജിങ്ങിലെ ഈ ഗ്രേറ്റ് ഹോൾ ഓഫ് ദ പീപ്പിളിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഉടനീളം തായ്വാൻ വിഷയം, അതാണ് അമേരിക്കയും ചൈനയുമായിട്ടുള്ള പ്രധാന വിഷയം, അത് നിഴലിച്ചു നിൽക്കുകയായിരുന്നു. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിലെ വളരെ പ്രധാനപ്പെട്ടതും അത് മാത്രമല്ല അത് വളരെ സെൻസിറ്റീവ് വിഷയമാണെന്ന് ഷി ജിൻപിങ് ട്രംപിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. തായ്വാൻ വിഷയത്തിലെ ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ അപകടകരമായ രീതിയിൽ നീങ്ങുമെന്നാണ് ഷി ജിൻപിങ് വ്യക്തമാക്കിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ചൈന സന്ദർശനം ഇന്ന് ആണ് സമാപിക്കുന്നത്. 3 ദിവസം നീണ്ടുനിന്ന സന്ദർശനത്തിൽ 2 സാമ്പത്തിക ശക്തികളും തമ്മിൽ ചില മേഖലകളിൽ സഹകരിക്കുന്നതിനുള്ള സാക്ഷ്യം വഹിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് ശേഷമുള്ള കൂടിക്കാഴ്ചകൾക്ക് ശേഷം ട്രംപ് തിരിച്ച് അമേരിക്കയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യും. പ്രവിത, അസിത. ശരി, ഇതിനു മുൻപും ഡൊണാൾഡ് ട്രംപ് പലതരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒടുവിൽ ഷീ ജിൻപിങ് അത്തരത്തിൽ തനിക്ക് വാക്ക് നൽകിയെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് മധു കൊട്ടാരക്കര നൽകിയത്. രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ ആശങ്കയിലായി ജനം. ഡൽഹിയിലും രാജസ്ഥാനിലും ബീഹാറിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും പരിഭ്രാന്തരായി ജനങ്ങൾ ഇന്ധനം വാങ്ങിക്കൂട്ടുകയാണ്. പല പമ്പുകളിലും പെട്രോൾ, ഡീസൽ വിതരണം പ്രതിസന്ധിയിലായിട്ടുണ്ട്. ലിറ്ററിന് 5 രൂപയ്ക്ക് മുകളിൽ വില വർധനയുണ്ടാകുമെന്ന സൂചനയാണുള്ളത്. ഡൽഹിയിൽ സർക്കാർ ജീവനക്കാർക്ക് ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനീത വിജയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. വിനീത, ഗുഡ് മോർണിംഗ് അഗെയിൻ. വിനീത, ഇതിലിപ്പോൾ ഈ പെട്രോൾ വില വർധന ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന രീതിയിലൊക്കെ ചിലർ കമന്റ് ബോക്സിൽ കമന്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ വില വർധന അത് ഉണ്ടാകുമെന്നുള്ള സൂചന മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ നൽകിയതാണ്. ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഈ രാജസ്ഥാനിലെയും ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ അവസ്ഥ എന്താണ്? ഒപ്പം തന്നെ ഡൽഹിയിൽ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നു. എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? പ്രവിത, ആളുകളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ വലിയ ആശങ്കയിൽ തന്നെയാണ്. ഇത്തരത്തിലേക്ക് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ഒരു വിവരം ലഭ്യമായിരിക്കുന്നത്. അതേസമയം അങ്ങനെ വില വർദ്ധിപ്പിച്ചു എന്ന തരത്തിലുള്ള ഒരു ഔദ്യോഗിക അറിയിപ്പൊന്നും തന്നെ ഇനിയും ലഭ്യമായിട്ടില്ല. രാജ്യത്ത് ഇന്ധന വില വർദ്ധിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ വലിയ രീതിയിൽ ആശങ്കയാക്കുന്നത് തന്നെയാണ്. അതിൽ ഡൽഹിയിലും രാജസ്ഥാനിലും ബീഹാറിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ ആളുകൾ ഇന്ധനം വാങ്ങിക്കൂട്ടുകയാണ്. ഈ പല പമ്പുകളിലും പെട്രോൾ, ഡീസൽ വിതരണം അതോടുകൂടി
കൂടി പ്രതിസന്ധിയിലായതായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലിറ്ററിന് 5 രൂപയ്ക്ക് മുകളിൽ വിലവർധനവ് ഉണ്ടാകുമെന്ന സൂചനയാണ് ജനങ്ങളെ ഈ വലിയ രീതിയിലേക്ക് അലട്ടുന്നത്. ഒപ്പം തന്നെ ഈ പശ്ചിമേഷ്യൻ സംഘർഷം നീണ്ടാൽ അത് ഇന്ധന വില വർദ്ധിപ്പിക്കേണ്ടി വരുന്ന അടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തുമെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം പ്രധാനമന്ത്രി ഈ ചിലവ് ചുരുക്കണമെന്ന തരത്തിൽ അദ്ദേഹം ചില നിർദ്ദേശങ്ങളും ആഹ്വാനങ്ങളും ഒക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുകയും ഒപ്പം അദ്ദേഹത്തിന്റെ അടക്കം ഈ സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം അത് പകുതിയായി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ ആ മുന്നറിയിപ്പിന് പിന്നാലെ, ആ നിർദ്ദേശത്തിന് പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും UP പോലുള്ള സംസ്ഥാനങ്ങളിലേക്കും മറ്റ് മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും അവരുടെ ഈ അകമ്പടി വാഹനങ്ങളുടെ എണ്ണമൊക്കെ പകുതിയായി കുറയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ഡൽഹിയിൽ സർക്കാർ ജീവനക്കാർക്ക് ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, വർക്ക് ഫ്രം ഹോം നൽകിയിരിക്കുകയാണ്. സർക്കാരിന്റെ ഒരു നിർദ്ദേശം തന്നെയാണിത്. പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന്റെ കൂടി ഭാഗമായി തന്നെയാണ് ഈ ചിലവ് ചുരുക്കുക എന്ന ഒരു നിർദ്ദേശം, അത്തരത്തിലേക്കുള്ള ഒരു നടപടിയുടെ ഭാഗമായാണ് ഇങ്ങനെ 2 ദിവസത്തേക്ക് വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ രാജ്യത്തെ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കൊക്കെ യാത്രകൾക്ക് പൊതുഗതാഗതം ഉപയോഗിക്കണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. മാക്സിമം പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ശരി, വിനിത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വന്നിരുന്നു, അതിന് പിന്നാലെയാണ് വലിയ ആശങ്ക ജനങ്ങൾക്കുണ്ടായത്. അതിനുശേഷം ഇന്ധനവിലയിൽ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമില്ല, പ്രതിസന്ധി ഇല്ല എന്നൊക്കെ കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോഴും ജനങ്ങൾക്ക് പരിഭ്രാന്തി ഒഴിയുന്നില്ല. ഈ ഇന്ധനം കരുതൽ ശേഖരമായി തന്നെ വാങ്ങിവെക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ നിലയിലൊരു അരക്ഷിതാവസ്ഥ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നത്. നമുക്കിനി മറ്റു വാർത്തകൾ നോക്കിയാൽ 6 ദിവസത്തെ വിദേശ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. 5 രാഷ്ട്രങ്ങളിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുക. ഇന്ന് UAE-ലെത്തുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഊർജ്ജ സഹകരണ, പ്രാദേശിക, അന്തർദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ച ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണിത്. തുടർന്ന് നെതർലൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജീവ് വില്യം അലക്സാണ്ടറിനെയും രാജ്ഞി മാക്സിമയും സന്ദർശിക്കും. പ്രധാനമന്ത്രി റോബ് ജെറ്റ്നുമായി ചർച്ച നടത്തും. സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ചൊവ്വാഴ്ച നടക്കുന്ന 3ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് സംസാരിക്കും. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഡൽഹിയിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. 3 രൂപയാണ് വർദ്ധിപ്പിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, ആശങ്കകൾ ഉണ്ടായിരുന്നു, അതിനിടയിലാണല്ലോ വില വർധനവുമായി ബന്ധപ്പെട്ട വാർത്ത കൂടി വരുന്നത്. അതെ, ജനങ്ങൾ വലിയ ആശങ്കയിലായിരുന്നു വസിത. ഈ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കും, 5 രൂപയ്ക്ക് മുകളിൽ വർദ്ധിപ്പിക്കുമെന്നുള്ള സൂചനയായിരുന്നു മുൻപ് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. 3 രൂപയാണ് വർദ്ധിപ്പിച്ചത്. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പെട്രോൾ വില വർദ്ധിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ പെട്രോൾ കമ്പനികൾ നീങ്ങിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, അങ്ങനെ ജനങ്ങൾ ഭയന്ന പെട്രോൾ വില വർധന അത് വന്നിരിക്കുകയാണ്. 5 രൂപയ്ക്ക് മുകളിൽ കൂടുമെന്നുള്ള സൂചനകളൊക്കെ ആദ്യം വന്നിരുന്നു. ഇപ്പോൾ 3 രൂപ വർദ്ധിപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നു. എത്രയാണ് യഥാർത്ഥത്തിൽ കൂടിയത്? പ്രവിത, 3 രൂപ പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചതായാണ് ഏറ്റവും ഒടുവിൽ വന്ന അറിയിപ്പ് വ്യക്തമാക്കുന്നത്. ഇതോടെ ഡൽഹിയിൽ പെട്രോളിന്റെ വില 100 രൂപയിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. നേരത്തെ ഡൽഹിയിൽ 100 രൂപയ്ക്ക് മുകളിൽ പോയിരുന്നെങ്കിലും പിന്നീട് വില കുറയുകയായിരുന്നു. 97 രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന പെട്രോളിന്റെ ലിറ്റർ വില. അത് 100 രൂപയായി വർദ്ധിച്ചിരിക്കുന്നു. പെട്രോളിനും ഡീസലിനും 3 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് പെട്രോളിയം വിതരണ കമ്പനികൾ എടുത്തിരുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഏതാണ്ട് 15 ദിവസത്തോളമായി സജീവമായി തന്നെ ഇന്ധന വില വർദ്ധിപ്പിക്കും എന്നുള്ള ചർച്ചകൾ സജീവമായിരുന്നു. അത് പല സംസ്ഥാനങ്ങളിലും വലിയ പരിഭ്രാന്തിക്ക് ഇടയാക്കിയിരുന്നു. വൻതോതിലുള്ള വർധനവ് ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷയിൽ രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ പെട്രോൾ പമ്പുകൾക്കും ഡീസൽ പമ്പുകൾക്കും പുറത്ത് വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. പെട്രോളിനായി നെട്ടോട്ടമോടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം പോലും ഉണ്ടായിരുന്നു. അത് ഈ അന്താരാഷ്ട്ര സാഹചര്യത്തെ തുടർന്ന് പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്ന് അത് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ഈ ഇന്ധനവില വർദ്ധിപ്പിക്കേണ്ടി വരും എന്ന് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ആശങ്കകൾ പടർന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പെട്രോളിനും ഡീസലിനും 3 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത്.
ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ധനവില വർധനവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ, ആശങ്കകൾ ഉണ്ടായിരുന്നു മുൻപ് തന്നെ. ഈ സാഹചര്യത്തിൽ, ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് വില വർധനവ്. മുൻപ് വിനിത സൂചിപ്പിച്ചതുപോലെ ഈ പശ്ചാത്തലം മുന്നിൽ കണ്ടാണ് ആളുകൾ കരുതൽ ശേഖരമായി ഇന്ധനം വാങ്ങിക്കൂട്ടാനുള്ള നിലയിലേക്കൊക്കെ കടക്കുകയും ചെയ്തത്. ബൽറാം തുടരുന്നുണ്ട്. ബൽറാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പരാമർശം കഴിഞ്ഞ ദിവസം വന്നതാണ് വീണ്ടും ജനങ്ങളിൽ വലിയ നിലയിലുള്ള ആശങ്ക പരത്തിയത്. അത് ഈ സ്വയം നിയന്ത്രണം ആളുകൾ ഏർപ്പെടുത്തണം എന്നതടക്കമാണ്. അത് ഇന്ധന പ്രതിസന്ധി എത്രമാത്രം രൂക്ഷമാണ് എന്നതിന്റെ സൂചനകൾ നൽകുന്നുണ്ടായിരുന്നു ആ പരാമർശം. പിന്നീട് കേന്ദ്ര സർക്കാർ അടക്കം ആ നിലയിൽ പ്രശ്നമില്ല, കരുതൽ ശേഖരമുണ്ട് എന്ന് പറയാൻ ശ്രമിച്ചെങ്കിലും വിലവർദ്ധനവിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പ്രതിസന്ധി എത്രമാത്രമാണ് എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നതല്ലേ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എന്താകും ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റെ തന്നെ ഇടപെടൽ എന്നതും ഏറെ പ്രസക്തമാണ്. തീർച്ചയായും ഈ RBI ഗവർണറുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോവിഡ് കാലത്തേതിന് സമാനമായ സ്വയം നിയന്ത്രണത്തിലേക്ക് ആളുകൾ പോകേണ്ടതുണ്ട് എന്നുള്ള ആഹ്വാനം നൽകിയിരുന്നു. രാജ്യത്തെ പ്രതിസന്ധി, ഇന്ധന പ്രതിസന്ധി അടക്കമുള്ള സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് അദ്ദേഹം അത്തരത്തിൽ ഒരു ആഹ്വാനം നൽകിയത്. തുടർന്ന് കേന്ദ്ര സർക്കാർ എന്തായാലും ഈ വിഷയത്തിൽ കൂടിയാലോചന നടത്തുകയും മന്ത്രിമാരുടെ, പ്രധാനമന്ത്രിയുടേതടക്കം ഉള്ള മന്ത്രിമാരുടെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം വലിയ തോതിൽ തന്നെ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു. ഇത് വിവിധ സംസ്ഥാന മുഖ്യമന്ത്രിമാർ അടക്കമുള്ളവർ ഇത് പിന്തുടർന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം. ഇതെല്ലാം തന്നെ ഇന്ധന ചെലവ്, ഉപഭോഗം പരമാവധി കുറയ്ക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു. ഇത് ഈ ആശങ്ക വർദ്ധിപ്പിച്ചു. തുടർന്നാണ് പെട്രോളിനും ഡീസലിനും ചുരുങ്ങിയത് 5 രൂപ എങ്കിലും വർദ്ധിക്കും എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പടർന്നിരുന്നത്. ഇതാണ് ജനങ്ങളിലേക്കും വലിയ ആശങ്കയായതും ഇത്തരത്തിൽ ഇന്ധനം ജനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായതും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ. എന്തായാലും നിലവിൽ ഇപ്പോൾ ആ തീരുമാനം വന്നിരിക്കുകയാണ്. 3 രൂപ പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ആ തീരുമാനം. ഈ തുടർന്ന് ഉള്ള സാഹചര്യങ്ങളിൽ എന്തായാലും കേന്ദ്ര സർക്കാർ പരിശോധിക്കും. മറ്റ് നിയന്ത്രണങ്ങൾ, നിർബന്ധിത നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്ക് കൊണ്ട് ജനങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്താവുന്ന തരത്തിലേക്കുള്ള ഒരു പ്രചരണം നടത്തുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ പ്രധാനമന്ത്രി നൽകിയ ആഹ്വാനത്തിനെതിരെ തന്നെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇത്തരം ഒരു പ്രതിസന്ധിയിൽ ജനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും അത് പരിഹരിക്കാനുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. മറിച്ച് ഇത് സ്വന്തം നൽകിയത്. ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോളിനും ഡീസലിനും 3 രൂപ വീതമാണ് വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ കെ മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഒരു നരേറ്റീവ് ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷവും ബാക്കിയുള്ളവരും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് ലീഗിന് വഴങ്ങി ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു എന്നാണ്. അതൊക്കെ CPMന്റെ അവസാനത്തെ പരാജയം, 100% പരാജയം അംഗീകരിക്കുന്നതിന് പകരം വീണ സ്ഥലത്ത് കടന്ന് ഉരുളുകയെന്ന് കേട്ടിട്ടില്ലേ? അതാണ് CPM ചെയ്യുന്നത്. UDF എല്ലാവരും ഒറ്റക്കെട്ടാണ്. BJP എന്ത് വന്നാലും കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. അത് യാതൊരു സംശയവും കാര്യത്തിൽ. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പാണക്കാടല്ല. അതൊക്കെ പറയുന്ന ആളുകൾ പാണക്കാട് തലയിൽ മുണ്ടിട്ട് പോയ വിദ്വാന്മാരാണ് ഇപ്പോൾ ഞങ്ങളെ കുറ്റം പറയാൻ നിൽക്കുന്നത്. ഞങ്ങളൊക്കെ പരസ്യമായിട്ട് തന്നെയാണ് പോകാം. രാഹുൽ ഗാന്ധി അദ്ദേഹമായിട്ട് സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് മേലെ കോൺഗ്രസിന് ആരും ഇല്ലല്ലോ. ഖാർഗേജിയും സംസാരിച്ചു, രാഹുൽ ഗാന്ധിയും സംസാരിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പോലെ ഒരാൾ ക്യാബിനറ്റിൽ ആവശ്യമാണ്. ഞാൻ എൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് സംസാരിച്ചിട്ടില്ല, ഞാൻ അങ്ങോട്ടും കയറി പറഞ്ഞിട്ടില്ല. മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ അത് കൃത്യമായ ചർച്ചകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ആ സമയത്തും ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അഭിപ്രായങ്ങളുടെ സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഹൈക്കമാൻഡ് ഫൈനലായിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ മേലെ ഒന്നുമില്ല. ഈ കേസിക്ക് ഇത്ര, പിന്നെ RCക്ക് ഇത്ര, VDക്ക് ഇത്ര എന്ന തരത്തിലേക്ക് ക്യാബിനറ്റ് വിഭജിച്ചു പോകുന്നതിൽ അതൊരു അപകടമില്ലേ? അതൊക്കെ ഇങ്ങനെ ഓരോ കഥകൾ പ്രചരിപ്പിക്കുന്നതല്ലേ. അതിനൊന്നും ഞങ്ങൾ മറുപടി പറയേണ്ട ആവശ്യമില്ല. അല്ല, അദ്ദേഹം തന്നെ ഇരിക്കുന്നതാണ് UDFന് കുറച്ചുകൂടെ സൗകര്യം. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 102 കിട്ടി. ഇനി അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഇവിടെ ഇരുന്നാൽ മിക്കവാറും അസംബ്ലി തൂത്തുമായിരുന്ന അവസ്ഥയിൽ ഞങ്ങളെത്തും. പക്ഷേ ശക്തമായിട്ട് പ്രതിപക്ഷം വേണമെന്നാണ് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്.
വ്യാജരേഖ ചമച്ചുള്ള അവയവദാന തട്ടിപ്പിൽ മുഖ്യമന്ത്രി നജീബിന്റെ ചോദ്യം ചെയ്യൽ 3-ാം ദിവസത്തിലേക്ക്. നജീബിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ മാസം 18 വരെയാണ് നജീബിന്റെ പോലീസ് കസ്റ്റഡി. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, നജീബിന് ചില സഹായങ്ങൾ ചില സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഒപ്പം തന്നെ ഇയാൾക്ക് പിന്നിൽ പ്രവർത്തിച്ച മറ്റ് ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ഇതിനകം ലഭ്യമായിട്ടുണ്ടോ? എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് പങ്കുവയ്ക്കുന്ന മറ്റു വിവരങ്ങൾ? പ്രവിധ, അന്വേഷണം വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുകയാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ കൂടി പിടിയിലായിരുന്നു. അങ്ങനെ ആകെ 8 പ്രതികളാണ് കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. മുഖ്യപ്രതി നജീബിനെ 3-ാം ദിവസം ചോദ്യം ചെയ്യുകയാണ്. അയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിനുള്ളത്. പ്രധാനമായും നജീബിന്റെ വിദേശ ബന്ധം, സാമ്പത്തിക ഇടപാടുകൾ, ഒപ്പം ഈ വ്യാജരേഖ എങ്ങനെ ചമച്ചു, ഈ 3 കാര്യങ്ങളിലാണ് പ്രധാനമായുള്ള അന്വേഷണം നടക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ അവയവ കച്ചവടത്തിലൂടെ ലഭിച്ച പണം ഇയാൾ റിയൽ എസ്റ്റേറ്റിൽ ഉപയോഗിക്കുകയും സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കണ്ടെത്തൽ. 2 ബാങ്ക് അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ പൂർണ്ണമായും ശേഖരിച്ചു വരികയാണ്. ഒപ്പം ഇയാളുടെ വിദേശ സാമ്പത്തിക ഇടപാടുകളിലും പരിശോധന നടക്കുന്നുണ്ട്. ഇയാളുടെ ഭാര്യ റഷീദയും ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ഏജന്റുമാരായ ഒരാൾ ഡെബിൻ എന്ന് പറയുന്ന ഒരാളെയാണ് ഇന്നലെ ആലപ്പുഴയിൽ നിന്ന് പിടിച്ചത്. അത്തരത്തിൽ 4-5 ഏജന്റുമാർ ഇയാൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവരെ കൂടി പിടികൂടുന്ന ഘട്ടത്തിലായിരിക്കും ഈ കേസിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള അന്വേഷണത്തിലേക്ക് പോകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇയാൾക്ക് സഹായം ചെയ്തു നൽകിയിരുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ എത്തിച്ച് നജീബിനെ തെളിവെടുപ്പ് നടത്താനുള്ള തീരുമാനത്തിലേക്കും അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. വളരെ വലിയൊരു റാക്കറ്റാണ്. അതുകൊണ്ട് കുറച്ചധികം ദിവസങ്ങൾ കൂടി ഇതിന്റെ അന്വേഷണം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവിധ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കൊമേഴ്സ് വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്കൊരുങ്ങി IIC ലക്ഷ്യ. മികച്ച കരിയർ ആഗ്രഹിക്കുന്നവർക്കായി കൂടുതൽ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലുമായാണ് ലക്ഷ്യ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പോടെയാണ് കോഴ്സുകളിൽ പരിശീലനം നൽകുന്നത്. കൊമേഴ്സ് വിദ്യാഭ്യാസ മേഖലയിൽ 16 വർഷത്തെ പ്രവർത്തന പരിചയമാണ് IIC ലക്ഷ്യയ്ക്കുള്ളത്. CA, CMA, ACCA കോഴ്സുകൾക്ക് ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. +2 കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും തൊഴിലധിഷ്ഠിത കോഴ്സുകളിലാണ് പരിശീലനം നൽകുന്നത്. സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഫ്യൂച്ചർ റെഡി ഒരു കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറുകയാണ് ലക്ഷ്യം. അപ്പോൾ ഒരിക്കലും ഒരു ഡിഗ്രിയിലൂടെ മാത്രം നമുക്കത് ലക്ഷ്യം കിട്ടില്ല. നമ്മൾ അങ്ങനത്തെ ഒരു കരിയർ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഫോർ ദാറ്റ് വി നീഡ് ഇൻറ്റഗ്രേറ്റഡ് കോഴ്സസ്. അതാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് പ്രൊഫഷണൽ കോഴ്സസ് മാത്രം എടുക്കാതെ ഡിഗ്രിയുടെ കൂടെ തന്നെ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവരുടെ ACCA, BCom + ACCA, BCom + CMA, USA എല്ലാ കോഴ്സിൻ്റെ കൂടെ നമുക്ക് ഡിഗ്രീൻ്റെ കൂടെ തന്നെ ഇത് ചെയ്യാനുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് ന്യൂ പ്രോഗ്രാംസ് ആണ് ലക്ഷ്യയിൽ ഇപ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അക്കാദമിക് മികവിന്റെ കാര്യത്തിൽ ഇത്തവണയും ലക്ഷ്യ സമാനതകളില്ലാത്ത നേട്ടമാണ് സ്വന്തമാക്കിയത്. നമുക്ക് എല്ലാ കോഴ്സിലും കഴിഞ്ഞൊരു വർഷം റാങ്കുകൾ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ACC ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ റാങ്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ നമുക്ക് വേൾഡ് റാങ്ക്, ഓൾ ഇന്ത്യ റാങ്ക്സ്, അങ്ങനെ കുറേ റാങ്കുകൾ വന്നു. അതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ്ലി മാർച്ച് 2026 സെക്ഷനിൽ ACCA ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പ് 3 അഫിലിയേറ്റ്സ് വന്നതിൽ 2nd and 3rd പ്ലേസ് ലക്ഷ്യയിലെ സ്റ്റുഡൻസിനാണ് വന്നിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അതിന് പുറമെ നമുക്ക് CMA ഇൻ്റർ, CMA CAT, CA ഇതിലെല്ലാം ഓൾ ഇന്ത്യ റാങ്ക്സും നമുക്ക് കഴിഞ്ഞ ഇയറിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മികച്ച ഇൻഫ്രാസ്ട്രക്ചറും പരിചയസമ്പന്നരായ അധ്യാപകരുമാണ് ലക്ഷ്യയുടെ കരുത്ത്. ഇവിടെ ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, ഇവിടെ ലക്ഷ്യൻ്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഇവിടുത്തെ സ്റ്റാഫ്സ് ആയിക്കോട്ടെ, പിന്നെ മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും ബാക്ക് സപ്പോർട്ട് ഉണ്ട്. ഞാൻ മാത്രം വർക്ക് ചെയ്താൽ ഇതിലേക്ക് എത്തില്ല. എത്ര ഞാൻ എഫേർട്ട് ഇട്ടാലും അതിനെ പുഷ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആൾക്കാർ വേണം. ആ സപ്പോർട്ടും പുഷും ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിൻ്റെ അടുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായി 11 ക്യാമ്പസുകളാണ് പ്രവർത്തിക്കുന്നത്. ഓൺലൈൻ, ഓഫ്ലൈൻ ക്ലാസുകളിലായി 35,000-ഓളം വിദ്യാർത്ഥികൾ ലക്ഷ്യയിൽ പഠിക്കുന്നുണ്ട്. പാഠപുസ്തകത്തിനപ്പുറം അഡ്വാൻസ്ഡ് എക്സൽ, ടാലി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നിവയിലൂടെ വിദ്യാർത്ഥികളെ ഇൻഡസ്ട്രി റെഡിയാക്കി ലക്ഷ്യമാറ്റുന്നു. 24 കോഴിക്കോട്. ഇന്ധനവില വർധനവുമായി ബന്ധപ്പെട്ടാണ് 3 രൂപ പെട്രോളിന്
3 രൂപ വീതം പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചു. തിരുവനന്തപുരത്ത് പെട്രോളിന് വില 110 രൂപ 76 പൈസയായിട്ടുണ്ട്. ഡീസലിന് 99 രൂപ 64 പൈസയാണ്. റിനു ശ്രീധർ ചേരുകയാണ്. റിനു, സാധാരണക്കാരന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തീരുമാനമാണ്, വർധനവാണ്. 110 രൂപ പെട്രോളിന് കടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ബജറ്റ് പോലും, കുടുംബ ബജറ്റ് പോലും ആകെ താളം തെറ്റുന്ന നിലയിലുള്ള തീരുമാനമാണ്, വർധനവാണ്. തീർച്ചയായിട്ടും സ്മിത, അതുപോലെ തന്നെ പ്രവിത, എന്തായാലും വലിയ വിലക്കയറ്റം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു വിലക്കയറ്റം എന്നുള്ളതാണ്. ഓരോ ജില്ലകളിലും പ്രത്യേക തരത്തിലുള്ള ഒരു വില വർധനവൊക്കെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 110.76 രൂപയാണ്. നേരത്തെ ഇത് 107.49 ആയിരുന്നു എന്നുള്ളതാണ്. ഡീസലിന് 99.64 നേരത്തെ 96.48 എന്നുള്ളതാണ്. വലിയ ഒരു തിരിച്ചടിയാണ് എന്നുള്ളതാണ് ജനങ്ങൾക്ക്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വലിയ രീതിയിൽ വയറ്റത്തടിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഇവിടെ പെട്രോൾ അടിക്കാൻ വന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട്. ചേട്ടാ, ഒരു വലിയ വില വർധനവായി കാണാൻ പറ്റുമോ? ഇനി എന്ത് വില ആയാലും 200 രൂപ ആയാലും ഞാൻ അടിക്കും. കാരണം എനിക്ക് ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടായിരുന്നു, അത് കത്തിപ്പോയി. എനിക്ക് പെട്രോളാണ് നല്ലത്. അതുകൊണ്ട് ഇനി എത്ര രൂപയാലും 200 രൂപയാലും ഞാൻ അടിക്കും. സാധാരണക്കാർക്ക് അങ്ങനെ അടിച്ചു പോയല്ലേ പറ്റും. അതൊന്നും വിഷയമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് പ്രവിത എന്തായാലും പ്രതികരണം വരുന്നത്. നമുക്ക് ഇവിടുത്തെ ചേച്ചിയോട്, ചേച്ചി, ഈ വില വർധനവിൽ ആരെങ്കിലും ഒക്കെ പ്രതിഷേധിക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? പിന്നല്ലാണ്ട് എത്ര രൂപ വർദ്ധിച്ചു? പെട്രോളിന് ഇപ്പം 3 രൂപ ചില്ലറ പൈസ. കാര്യം ആദ്യത്തെ വിലയാണെങ്കിൽ 107 രൂപ 49 പൈസയും ഡീസലിന് 96 രൂപ 48 പൈസയായിരുന്നു. ഇപ്പോഴത്തെ വില 110 രൂപ .76 പെട്രോളിനും ഡീസലിന് 199.64. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഈ പ്രതികരണങ്ങൾ വരുന്നത്. എന്തായാലും ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ പെട്രോൾ പമ്പിൽ വന്ന് ഇവരോടൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്, ഈ പെട്ടെന്ന് ഇങ്ങനെ വില വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഒരു സാർ കൂടി നിൽക്കുന്നുണ്ടോ? സാറേ, ഈ പെട്രോളിന് വില വർദ്ധിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് കാണുന്നത്? നമ്മളെ ഈ പഴയ ആക്റ്റീവായിട്ട് കാണുന്നത് 40 കിലോമീറ്ററിനകത്തൊക്കെ കിട്ടുന്നുള്ളൂ. പിന്നെ വില വർദ്ധിപ്പിക്കാതെ ഇപ്പോഴത്തെ ഈ ആവള പ്രശ്നമായതുകൊണ്ട് നമുക്ക് സഹകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു വില വർധനമാണ്. അത് തന്നെ, സാധാരണക്കാരുടെ വയറ്റത്തടിക്കുകയല്ലേ? വയറ്റത്തടിക്കുന്നതാണെങ്കിൽ നേരത്തെ നമുക്ക് ഇത് ഇത്രയും ദിവസം ഈ യുദ്ധമൊക്കെ നടക്കുന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കരാറുകാർക്ക് ടാറ് കിട്ടുന്നില്ല. എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള പല പ്രതികരണങ്ങളാണ് വരുന്നത്. എന്തായാലും സാധാരണക്കാരുടെ വയറ്റത്തടിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഗ്യാസിന്റെ ഒക്കെ തന്നെ വില വർദ്ധിച്ചു. ഇനി എന്തായാലും പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടി വർദ്ധിച്ചിരിക്കുകയാണ്. പ്രവിത, സ്മിത. ശരി, അതാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുമ്പോൾ അതിന് മറ്റ് സാധനങ്ങളുടെ വില കൂടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് ഇന്ധന പ്രതിസന്ധി ഉള്ളത്, പാചകവാതക പ്രതിസന്ധി, അത് മറ്റൊരു തരത്തിൽ നിലനിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഹോട്ടൽ ജീവനക്കാർ അല്ലെങ്കിൽ ഹോട്ടൽ ഉടമകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വില വർധന നടത്തുമോ? അതോടൊപ്പം തന്നെ മറ്റ് സാധനങ്ങളുടെ വില വർദ്ധിക്കുമോ എന്നുള്ളതൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും ന്യൂസ് ബ്രേക്സ് ഇതോടെ പൂർണ്ണമാകുകയാണ്.